പോലീസ് കൈവിട്ടു, പിണറായിയുടെ ഡ്രൈവർക്ക് ഇടിമാത്രം മിച്ചം. കഴിഞ്ഞ ദിവസം പിണറായി വിജയന്റെ ഡ്രൈവറായ PK അനൂപ് തന്നെ റെയിൽവേ പോലീസുകാർ മർദ്ദിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് DGPക്ക് പരാതി നൽകിയിരുന്നു. എന്നാൽ ഈ പരാതിയിൽ കഴമ്പില്ല എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. നമുക്കിതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. കഴിഞ്ഞ മാസം 30-ാം തീയതി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് നിന്നും കണ്ണൂരേക്ക് പോകാനായി റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നു. അദ്ദേഹത്തിന്റെ ഡ്രൈവർ PK അനൂപായിരുന്നു. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിന് ഔദ്യോഗിക വാഹനമോ ഔദ്യോഗിക ഡ്രൈവറോ ഔദ്യോഗിക വസതിയോ അനുവദിക്കാത്ത സമയമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ പിണറായി വിജയന്റെ ഡ്രൈവറായി എത്തിയത് AKG സെന്ററിലെ ഡ്രൈവറായിട്ടുള്ള PK അനൂപാണ്. അനൂപ് പിണറായി വിജയനുമായി തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ വെച്ച് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായിരുന്ന 2 പോലീസുകാർ തന്നെ മർദ്ദിച്ചുവെന്നാണ് അനൂപ് DGPക്ക് നൽകിയ പരാതിയിൽ പറയുന്നത്. ഈ വാഹനത്തിൽ തൊട്ടു പിന്നാലെ എസ്കോർട്ട് ഉണ്ടായിരുന്നു. ആ എസ്കോർട്ടിൽ 4-5 പോലീസുകാരും ഉണ്ടായിരുന്നു. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിന് സുരക്ഷ ഒരുക്കേണ്ട ചുമതലയുള്ളവരായിരുന്നു ആ എസ്കോർട്ടിൽ ഉണ്ടായിരുന്നത്. പക്ഷെ അനൂപ് പറയുന്നത് തന്നെ 2 പേര് ചേർന്ന് മർദ്ദിച്ചു. 2 പേരും റെയിൽവേ പോലീസുകാരാണ്. ഒരാളുടെ പേര് ശരത്ത്, രണ്ടാമത്തെ ആളുടെ പേര് ജയൻ. ഇവരുടെ പേര് താൻ മനസ്സിലാക്കിയത് അവരുടെ ബാഡ്ജ് നോക്കിയിട്ടാണ് തനിക്കിത് മനസ്സിലായത് എന്നും അനൂപ് DGPക്ക് നൽകിയ പരാതിയിൽ പറയുന്നു. മാത്രമല്ല അനൂപ് പറയുന്നത് പിണറായി വിജയനെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന്റെ അവിടെ കൊണ്ടുവന്ന് വിട്ടപ്പോൾ ഉടൻ തന്നെ 2 പേരും ചാടി വന്ന് തന്നെ വണ്ടിയെടുത്തു മാറ്റടാ എന്ന് പറഞ്ഞുകൊണ്ട് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു എന്നാണ് അനൂപിന്റെ പരാതിയിൽ പറയുന്നത്. എന്നാൽ ഇപ്പോൾ പോലീസ് ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം ആരംഭിച്ചു. FIR രജിസ്റ്റർ ചെയ്തിട്ടില്ല. പ്രാഥമിക അന്വേഷണമാണ് നടന്നിട്ടുള്ളത്. ഈ അന്വേഷണത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. അതായത് മർദ്ദിച്ചതായിട്ടുള്ള ഒരു സംഭവം അവിടെ നടന്നിട്ടില്ല എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. അതായത് അനൂപ് പറയുന്നത് പോലെ ഈ ശരത്ത് എന്ന് പറയുന്ന പോലീസുകാരനോ ജയൻ എന്ന് പറയുന്ന പോലീസുകാരൻ, 2 പേരും റെയിൽവേ പോലീസുകാരാണ്. ഈ 2 റെയിൽവേ പോലീസുകാരും അനൂപിനെ തല്ലിയിട്ടില്ല, മർദ്ദിച്ചിട്ടില്ല. അത് വ്യാജമായിട്ടുള്ള ഒരു പരാതിയാണ് എന്ന നിലയിലാണ് ഇപ്പോൾ പോലീസ് എടുത്തിരിക്കുന്നത്. മാത്രമല്ല പോലീസിന്റെ റിപ്പോർട്ടിൽ പറയുന്ന ഒരു കാര്യം, അവിടെ ഒരു ബഹളം ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ ഒരു കാര്യം ശരിയാണ്, അവിടെ നിന്ന് വണ്ടി എടുത്തു മാറ്റണമെന്ന് ഈ ജയനും ശരത്തും അനൂപിനോട് പറഞ്ഞിട്ടുണ്ട്. അതിലപ്പുറത്തേക്ക് കയ്യേറ്റം അവിടെ ഉണ്ടായിട്ടില്ല എന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. റെയിൽവേ SPക്കാണ് അന്വേഷണ ചുമതല. കാരണം അതീവ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യമാണ്. പ്രതിപക്ഷ നേതാവിന്റെ ഡ്രൈവറെ പരസ്യമായി ആക്രമിച്ചു എന്ന് പറയുമ്പോൾ അത് അങ്ങേയറ്റം ഗുരുതരമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ റെയിൽവേ SP നേരിട്ടാണ് ഈ ഒരു കാര്യം അന്വേഷിച്ചത്. FIR രജിസ്റ്റർ ചെയ്തിട്ടില്ല. പക്ഷേ അന്വേഷണത്തിൽ ഇങ്ങനെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. അവിടെ ഇത്തരത്തിലുള്ള ഒരു മർദ്ദനം ഉണ്ടായിട്ടില്ല. അനൂപിന് അവിടെ മർദ്ദനം ഏറ്റിട്ടില്ല. മറിച്ച് അവിടെ ഒരു ചെറിയ തർക്കം മാത്രമാണ് ഉണ്ടായത്. പോലീസും കൈവിട്ടതോടുകൂടി അനൂപും ഓൺ എയർ ആയിരിക്കുകയാണ്. എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം വ്യക്തതയില്ല. അനൂപ് പറയുന്നത് കള്ളമാണ് എന്ന നിലയിലേക്കാണ് പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ എത്തിയത്. ഒരു കാര്യം അദ്ദേഹം പറയുന്നത് ശരിയാണ്, അവിടെ ഗതാഗത കുരുക്ക് ഉണ്ടാക്കി എന്നതിന്റെ പേരിലാണ് ഈ 2 പോലീസുകാരും അനൂപിനെതിരെ വണ്ടി എടുത്തു മാറ്റിട എന്ന് പറഞ്ഞത്. അതിലപ്പുറത്തേക്ക് അവിടെ യാതൊരു പ്രശ്നവും നടന്നില്ല. അവിടെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നവർക്ക് എല്ലാവർക്കും അറിയാം, അവിടെ ഒരു മിനിറ്റ് പോലും വണ്ടി നിർത്താൻ പറ്റില്ല. പുറകിൽ നിന്ന് വണ്ടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഗതാഗത തടസ്സം താൽക്കാലികമായി രൂപപ്പെട്ടു. അപ്പോഴാണ് ഈ 2 റെയിൽവേ പോലീസുകാരും ഇടപെട്ടിട്ട് അനൂപിനെ അവിടെ നിന്ന് വണ്ടി എടുത്തു മാറ്റട എന്ന് പറഞ്ഞത് എന്നുള്ള നിലയിലേക്ക് അപ്പുറത്തേക്ക് ഈ കായികമായിട്ടുള്ള യാതൊരു തരത്തിലെ അക്രമവും അവിടെ ഉണ്ടായിട്ടില്ല എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. മാത്രമല്ല ഇക്കാര്യത്തിൽ കേസെടുക്കാനും പോലീസ് തയ്യാറായിട്ടില്ല. കാരണം അവിടെ അങ്ങനെ ഒരു പ്രശ്നമില്ല. അതുകൊണ്ട് കേസെടുക്കേണ്ടതില്ല എന്നുള്ള നിലപാടിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നു. റെയിൽവേ SPക്കാണ് ഇതിന്റെ ചുമതല. ഈ പറയുന്നത് പോലെ ഒരു ചെറിയൊരു തർക്കം അതിനെ വലുതാക്കി ഈ മർദ്ദനം എന്ന് പറഞ്ഞുകൊണ്ട് വലുതാക്കിക്കൊണ്ട് ഉള്ള ഒരു FIR ഒന്നും ഇടാൻ പോലീസ് തയ്യാറല്ല. അതുകൊണ്ട് ഈ കാര്യത്തിൽ കേസെടുക്കാൻ തൽക്കാലം പോലീസ് തയ്യാറായില്ല. ഇനി ഇക്കാര്യത്തിൽ അന്വേഷണം നടക്കുകയാണ്. എന്തെങ്കിലും തരത്തിലുള്ള പുതിയ എവിഡൻസോ വല്ലോ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൽ കേസെടുക്കേണ്ടതുള്ളൂ എന്ന നിലപാടിലാണ് പോലീസ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.